ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അലുവിന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ബാക്കി എല്ലാവരും നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അലുവിന് വിശന്ന് കരഞ്ഞതുകൊണ്ട് അലുവിന് ഞാൻ പാല് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഏണ്ണും വെച്ചുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുവാണ്. പിന്നെ ഏട്ടനും ഞങ്ങളുമായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും വെച്ചും കൂടി അമ്പലത്തിൻ്റെ സൈഡിലുള്ള വഴി കൂടി അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അതുവഴി കയറി സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോയി നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ രണ്ടുപേരും ചെരുപ്പ് ഊരിയിട്ടില്ല. അങ്ങനെ തിരിച്ച് നടന്ന് ഞങ്ങൾ ചെരുപ്പ് ഊരിയിട്ട് അവിടെ സൈഡിലിട്ടു. അപ്പോഴേക്കും അമ്മ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി എൻ്റെ ചേച്ചിയും ചേട്ടനും പിന്നെ മക്കളും എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് താമസിച്ചത്. പിന്നെ പെട്ടെന്ന് തന്നെ പോയി അല്ലുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു നേരിയ മുണ്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലും നല്ല കരച്ചിലായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അല്ലുവിനെയും കൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറി. എന്നിട്ട് അല്ലുവിനെ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോറ്റി അവിടെ അമ്പലത്തിൻ്റെ നടയിൽ കിടത്തിയിട്ട് അല്ലുവിൻ്റെ മേലേക്ക് തീർത്ഥവും പൂവും എല്ലാം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിടത്തിയ സമയത്ത് അല്ലു കരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന ആൾ അല്ലുവിനെ എടുത്ത് എൻ്റെ കയ്യിൽ തരുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അല്ലുവിനെ അകത്ത് കയറിക്കൂടാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി അല്ലുവിനെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. പിന്നെ അവിടെ തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ തുലാഭാരത്തിൽ നിന്ന കൊച്ച് നല്ല കരച്ചിലായിരുന്നു. പിന്നെ വേറൊരു കൊച്ച് അത് ഇരുന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു.